വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്ന ദിവസം സായാഹ്നത്തിൽ നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ചുകൊണ്ട് ഇന്ന ദിവസത്തിലെ അധ്വാനങ്ങളെല്ലാം അവസാനിപ്പിച്ച് വിശ്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം വളരെയധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും, അതായത് നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും അത് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതൻ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഉള്ളിൽ നമ്മളോടുള്ള സ്നേഹം വളരെ വലുതാണ്. ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈശോ. വിശുദ്ധ കുർബാനയിൽ ഈശോ സന്നിഹിതനായിരിക്കുന്നത് നമ്മളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നമ്മൾ ആ സ്നേഹം തിരിച്ചറിയാതെ നമ്മൾ ഒരു വഴിപാട് പോലെ, ചെയ്യേണ്ട ഒരു കർമ്മം പോലെ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള വലിയ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ പ്രകടനമായ ഈശോ ആ സ്നേഹം പ്രകടിപ്പിച്ച ഈശോയുടെ കുരിശുമരണവും നിത്യവും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതുമൊക്കെ സ്നേഹത്തിൻ്റെ വലിയ രൂപങ്ങളാണ്. പക്ഷേ അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ അത് നമ്മൾക്ക് വലിയൊരു കാര്യമായിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് നമ്മൾ പച്ചയായിട്ട് അത് ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കാൻ പലപ്പോഴും മറന്നു പോവുകയാണ്. സ്നേഹം മറന്നു പോവുകയാണ്. ഈശോയുടെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം മറന്നു പോവുകയാണ്. പക്ഷേ ഓർമ്മയിൽ നിൽക്കുന്നത് ഈ ഭൂമിയിൽ എങ്ങനെയും നല്ലപോലെ ജീവിക്കണം, ആഘോഷിച്ച് ജീവിക്കണം, സുഖങ്ങൾ അനുഭവിക്കണം, ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം, പണം സമ്പാദിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. ഈശോയുടെ സ്നേഹം നമ്മൾ ഓർക്കുന്നില്ല. മറിച്ച് ഈ ലോകം നൽകുന്ന സുഖങ്ങളും അത് മാത്രമാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ജീവിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹം ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ കൃപ നൽകണമേ. ഗാനത്തിന്റെ ഇരടിയോടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.
സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഓർമ്മകളെ പരിശോധിക്കേണ്ട കാലഘട്ടമാണിത്. നമ്മുടെ ഓർമ്മകൾ പരിശോധിക്കേണ്ട കാലഘട്ടമാണ്. ചില കാര്യങ്ങളെ പറ്റി നമ്മളെപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയും അവയൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ ജീവിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈശോ വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ച സ്നേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഓർമ്മ ആചരിക്കാൻ മറക്കരുത്. ആ ഓർമ്മയാചരണം വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന എന്ന സ്നേഹത്തിൻ്റെ പ്രകടനം ആചരിക്കുവാൻ നമ്മൾ അനുദിനം അണിചേരണം. ദേവാലയത്തിലേക്ക് നമ്മൾ ചെന്ന് ഈശോയുടെ സ്നേഹത്തിൻ്റെ ആ പ്രകടനം മനസ്സിലാക്കി, ഈശോയുടെ ആ ജീവിതം മനസ്സിലാക്കി, ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ജീവിക്കുന്ന, ഈശോയുടെ സ്നേഹത്തിൻ്റെ ഓർമ്മ ആചരിച്ച് ജീവിക്കുന്ന ഒരു ജനതയായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.